ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 5-ാം ഭാഗമാണിത്. ഇതിനു മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും നഫ്താലി ട്രൈബ് TV എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇതിന് ശേഷമുള്ളതും അതേ ചാനലിൽ ലഭിക്കുന്നതാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പഠന പരമ്പരയ്ക്ക് 10 ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗങ്ങളും കേൾക്കുവാൻ ശ്രമിക്കുക. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ മഹാകഷ്ടത ഉണ്ടായി എന്നറിഞ്ഞ 3 സ്നേഹിതർ അവനെ സന്ദർശിക്കുവാൻ വന്നു. അവർ എലീഫസ്, ബിൽദാദ്, സോഫർ എന്നിവരായിരുന്നു. എലീഫസ് അറേബ്യൻ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള തേമാൻ എന്ന സ്ഥലത്ത് നിന്നാണ് വന്നത്. അത് അറേബ്യൻ മരുഭൂമിയുടെ അതിരിൽ സ്ഥിതി ചെയ്തിരുന്ന ഏദോം പ്രദേശത്തുണ്ടായിരുന്ന ഒരു പട്ടണം ആയിരുന്നു. ഈ പട്ടണം ലോകപ്രകാരമുള്ള ജ്ഞാനത്തിന് പ്രശസ്തമായിരുന്നു. ഷൂഹ, നയമ എന്നീ സ്ഥലങ്ങൾ എവിടെയായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബിൽദാദ് ഒരു പക്ഷേ അബ്രഹാമിൻ്റെ 2ാമത്തെ ഭാര്യയായിരുന്ന കെതൂറായുടെ മകൻ ഷൂവഹിൻ്റെ തലമുറക്കാരൻ ആയിരിക്കാം. ഇവർ അറേബ്യൻ മരുഭൂമിയുടെ അതിർത്തിയിലാണ് താമസിച്ചിരുന്നത്. നയമാത്യനായ സോഫർ എന്നതിലെ നയമാത്യനായ എന്ന വിശേഷണം എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹവും മറ്റ് സ്നേഹിതരെ പോലെ അറേബ്യൻ മരുഭൂമിയുടെ അതിർത്തിയിൽ ആയിരിക്കണം ജീവിച്ചിരുന്നത്. സ്നേഹിതരെ കുറിച്ചുള്ള ഈ വിവരണങ്ങൾ ഇയ്യോബ് ജീവിച്ചിരുന്ന പ്രദേശം ഏതായിരുന്നു എന്ന് അനുമാനിക്കുവാൻ നമ്മളെ സഹായിക്കും. അവർ ഇയ്യോബിൻ്റെ നല്ല സ്നേഹിതരായിരുന്നു. ഇയ്യോബിൻ്റെ തകർച്ചയിലും കഷ്ടതയിലും അവർ അവനെ കൈവിട്ടില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ അനീതിയാണ് കഷ്ടതയുടെ കാരണമെന്ന് കരുതിയപ്പോഴും അവർ ഇയ്യോബിനെ ഉപേക്ഷിച്ചില്ല. അതിനാൽ അവർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാനായി വന്നു. അവൻ്റെ കഷ്ടത കണ്ട് പകച്ചുപോയ സ്നേഹിതർ 7 ദിവസങ്ങളിൽ യാതൊന്നും സംസാരിക്കാതെ അവനോട് കൂടെ ഇരുന്നു. ഇത് ഇയ്യോബിൻ്റെ കഷ്ടതയുടെ കഠിനത വെളിവാക്കുന്നു. അവൻ്റെ കഷ്ടതയുടെ കാഠിന്യം വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാതെ അവൻ്റെ സ്നേഹിതന്മാരുടെ പ്രതികരണത്തിലൂടെ എഴുത്തുകാരൻ അവതരിപ്പിക്കുകയാണ്. ഇയ്യോബ് 2:12-13 വാക്യങ്ങൾ. അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞു, വസ്ത്രം കീറി, പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു. ഇയ്യോബും സ്നേഹിതരും ഓരോരുത്തരായി സംസാരിക്കുവാൻ ആരംഭിക്കുന്നത് 4-ാം അധ്യായം മുതലാണ്. 4 മുതൽ 26 വരെയുള്ള 23 അധ്യായങ്ങളിൽ ഇവരുടെ വാദപ്രതിവാദങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബിൻ്റെ സ്നേഹിതരിൽ ഒരാൾ സംസാരിക്കുകയും ഇയ്യോബ് അതിന് മറുപടി നൽകുകയും ചെയ്യുന്നതാണ് ആഖ്യാന രീതി. ഇത് 3 ആവർത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 ആവർത്തിയിലും എലീഫസും ബിൽദാദും സംസാരിക്കുന്നുണ്ട്. സോഫർ ആദ്യത്തെ 2 ആവർത്തിയിൽ സംസാരിക്കുന്നുണ്ട് എങ്കിലും 3ാമത്തെ ആവർത്തിയിൽ നിശബ്ദനാണ്. ഇയ്യോബിൻ്റെ കഷ്ടതയുടെ കാരണം കണ്ടെത്തുവാനാണ് അവൻ്റെ സ്നേഹിതർ ശ്രമിക്കുന്നത്. ഭൗതിക നന്മകൾ ദൈവിക അനുഗ്രഹത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങളാണ് എന്ന് അവർ വിശ്വസിച്ചു. ഇയ്യോബിന് എല്ലാ ഭൗതിക നന്മകളും നഷ്ടപ്പെട്ടതിനാൽ ദൈവം അവനെ ശിക്ഷിക്കുകയാണ് എന്നതാണ് ഈ വിശ്വാസത്തിൻ്റെ എതിർവശം. അതിനാൽ കഷ്ടതയുടെ കാരണം ഇയ്യോബിൻ്റെ ജീവിതത്തിലെ പാപമാണ്. എന്നാൽ ഇയ്യോബ് അവരുടെ വാദങ്ങളെ അംഗീകരിക്കാതെ അവൻ്റെ നീതിയിൽ ഉറച്ചു നിന്നു. എങ്കിലും അവരുടെ വാദങ്ങൾക്ക് ബദലായ ശക്തമായ ഒരു പ്രതിവാദം അവതരിപ്പിക്കുവാൻ അവന് കഴിയുന്നുമില്ല. ഇയ്യോബിൻ്റെ വാദങ്ങൾ ശരിയായിരുന്നുവെങ്കിലും അവൻ ബലഹീനൻ ആയിരുന്നു. ഈ അവസ്ഥയിൽ അവൻ്റെ വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കാതെ പോയി. ഇത് അവർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇടയായി. ഇയ്യോബിൻ്റെ 3 സ്നേഹിതരും അവനോട് വളരെ അടുപ്പമുള്ളവരായിരുന്നു. അതിനാലാണ് അവർ അവനെ ആശ്വസിപ്പിക്കുവാനായി പോയതും അവൻ്റെ കഷ്ടതയുടെ തീവ്രത കണ്ട് 7 ദിവസങ്ങളിൽ യാതൊന്നും സംസാരിക്കുവാൻ ആവാതെ അവനോട് കൂടെ ഇരുന്നതും. അവർ ദൈവഭക്തരായിരുന്നു, സ്നേഹവും കരുണയും ഉള്ളവരായിരുന്നു. ഇത് നമുക്ക് എലീഫസിൻ്റെ വാക്കുകളിൽ കാണാം. ഇയ്യോബ് 4:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നീ പലരെയും ഉപദേശിച്ചു തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് ഇത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലോ, നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ.
എന്നാൽ മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളുടെയും കാരണം പാപമാണ് എന്ന് അവർ കരുതി. അതിനാൽ പാപത്തെക്കുറിച്ച് ഇയ്യോബിനെ ബോധ്യം വരുത്തി അവനെ ദൈവത്തോട് നിരപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ദൈവത്തിന് മുമ്പാകെ നീതി വെളിപ്പെട്ടാൽ അവൻ വീണ്ടും ഇയ്യോബിനെ അനുഗ്രഹിക്കും എന്നും അവർ കരുതി. അവരുടെ ഉദ്ദേശം നല്ലതായിരുന്നുവെങ്കിലും അടിസ്ഥാനപരമായ പ്രമാണം പിശക് ഉള്ളതായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ വെളിപ്പാട് പരിമിതമായിരുന്നു. ദൈവത്തിന്റെ സർവാധികാരത്തെക്കുറിച്ച് അവർക്ക് മതിയായ ജ്ഞാനം ഇല്ലാതെ പോയി. ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇയ്യോബിനെ കുറിച്ചും അവന്റെ കഷ്ടതയെക്കുറിച്ചും വേഗത്തിൽ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ അവർ ശ്രമിച്ചു എന്നതാണ് അവരുടെ പോരായ്മ. നമ്മൾ ഇതുവരെ ഗ്രഹിച്ചിട്ടുള്ളതിനേക്കാളും ഉപരിയാണ് ദൈവത്തിന്റെ പ്രവൃത്തികളെന്ന് അവർ ചിന്തിച്ചില്ല. അവരുടെ മതപ്രമാണങ്ങൾ ദൈവിക പ്രവൃത്തികളെ മനസ്സിലാക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞു. അതിനാൽ അവർ ആത്മീയമായി ഭാഗികമായ ഇരുളിൽ ആയിരുന്നു. ഇയ്യോബ് സ്നേഹിതരും തമ്മിലുള്ള സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ ഇയ്യോബിൻ്റെ ഭാഗം ശ്രദ്ധിക്കുകയും അതിൽ കാര്യമുണ്ടോ എന്ന് അവർക്ക് ചിന്തിക്കുകയും ചെയ്യാമായിരുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ജ്ഞാനം അന്തിമമാണ് എന്ന കാഴ്ചപ്പാടിൽ അവർ ഉറച്ചു നിന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തീവ്രതയോടെ ഇയ്യോബിനെ അവർ കുറ്റപ്പെടുത്തി. ഇയ്യോബ് എന്ന നീതിമാനായ മനുഷ്യനിൽ അനീതി സ്വാഭാവികമല്ല എന്നവർ ചിന്തിച്ചില്ല. അവരുടെ പ്രമാണങ്ങൾക്കപ്പുറം യാതൊന്നും അവർ പരിഗണിച്ചില്ല. കഷ്ടത അനുഭവിക്കുന്ന ഒരുവനെ ആശ്വസിപ്പിക്കുന്നത് അപകടകരമായ ഒരു സാഹചര്യത്തെ നിപുണതയോടെ കൈകാര്യം ചെയ്യുന്നതാണ്. ഒരു വാക്കിൽ ആശ്വാസം വേദനയായി മാറാം. തെറ്റായ സാഹചര്യത്തിൽ പറയുന്ന സത്യം അസത്യത്തെക്കാൾ വേദന ഉളവാക്കും. ഇയ്യോബിൻ്റെ സ്നേഹിതർ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണ്, എന്നാൽ അതിൻ്റെ ഉപയോഗം അനുയോജ്യം ആയില്ല. നീതിക്ക് പ്രതിഫലം നൽകുന്ന എന്നാൽ അനീതിയെ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ നീതിബോധത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹിതന്മാർ അവരുടെ വാദങ്ങൾ നിരത്തിയത്. മനുഷ്യരുടെ പാപങ്ങളെ, അവരുടെ രഹസ്യപാപങ്ങളെ പോലും ശക്തമായി ശിക്ഷിക്കുന്ന ഒരു ദൈവം എന്ന ചിന്തയാണ് ഇയ്യോബിൻ്റെ സ്നേഹിതർ അവതരിപ്പിക്കുന്നത്. അതിനാൽ ഇയ്യോബിൻ്റെ മറിഞ്ഞിരിക്കുന്ന പാപമാണ് അവൻ്റെ കഷ്ടതയുടെ കാരണം എന്ന് അവർ വാദിച്ചു. പശ്ചാത്താപവും മാനസാന്തരവുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനുള്ള ഏക മാർഗം. എന്നാൽ നീതിമാനും കാരുണ്യവാനുമായ ദൈവം നീതിയുള്ള മനുഷ്യരുടെ ജീവിതത്തിലും ചിലപ്പോൾ കഷ്ടത അനുവദിക്കാമെന്ന ആശയമാണ് ഇയ്യോബ് മുന്നോട്ട് വെക്കുന്നത്. അതിനാൽ ഇയ്യോബ് അവൻ്റെ നീതിയിൽ ഉറച്ചു നിന്നു. ഇത്തരം ഒരു കഷ്ടത ലഭിക്കുവാൻ തക്കവണ്ണം അവന് യാതൊരു അനീതിയും ചെയ്തിട്ടില്ല. അതിനാൽ അവൻ ദൈവത്തിൻ്റെ നീതിബോധത്തെ ചോദ്യം ചെയ്യുകയും അവൻ്റെ കഷ്ടതയുടെ കാരണം അന്വേഷിക്കുകയും ചെയ്യുന്നു. തെറ്റും ശിക്ഷയും എന്ന പ്രമാണത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഇയ്യോബിൻ്റെ സ്നേഹിതർ സംസാരിച്ചത്. നീതിമാനായ ദൈവം പാപത്തെ ശിക്ഷിക്കുന്നു, അവൻ നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നു, കാരണം കൂടാതെ കഷ്ടത ഉണ്ടാകിയില്ല. ഇതെല്ലാമായിരുന്നു അവരുടെ പ്രമാണങ്ങൾ. ഈ പ്രമാണമനുസരിച്ച് ഇയ്യോബിൻ്റെ കഷ്ടതയുടെ കാരണം അവൻ്റെ ജീവിതത്തിലെ പാപമാണ്. പാപത്തിനുള്ള ശിക്ഷ മാനസാന്തരത്തിലേക്ക് നയിക്കും. അതിനാൽ അതൊരു അനുഗ്രഹമാണ്. ഇയ്യോബ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ കൃപയും കരുണയും അന്വേഷിക്കുകയാണ് വേണ്ടത്. ചില കാര്യങ്ങളിൽ ഇയ്യോബും സ്നേഹിതരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അവർ ഇയ്യോബിനോട് വിയോജിച്ചു. ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾ മാത്രമല്ല, മനുഷ്യരും ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴിലാണ് എന്ന് അവരെല്ലാവരും യോജിച്ചു. എന്നാൽ മനുഷ്യനെ അവൻ്റെ നീതി അനുസരിച്ച് ദൈവം ഭൗതികമായി അനുഗ്രഹിക്കുമെന്നും അവൻ്റെ ദുഷ്ടത നിമിത്തം ദൈവം കഷ്ടത വരുത്തുമെന്നും ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അഭിപ്രായപ്പെട്ടു. ഇതിനോട് ഇയ്യോബിന് യോജിപ്പുണ്ടായിരുന്നില്ല. മനുഷ്യരുടെ നീതി പ്രവൃത്തികൾക്ക് ഭാവിയിൽ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു ആത്മീയ പ്രതിഫലം ലഭിക്കുമെന്നും അനീതിയുള്ള പ്രവൃത്തികൾക്ക് അന്ന് ശിക്ഷ ലഭിക്കുമെന്നും ഇയ്യോബ് വാദിച്ചു. അവരുടെ അല്പജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിശദീകരിക്കുവാനാണ് ഇയ്യോബും സ്നേഹിതരും ശ്രമിക്കുന്നത്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം കഷ്ടത അനുവദിച്ചു എന്നത് ഒരു മർമ്മമായി പുസ്തകത്തിൻ്റെ അന്ത്യത്തിലും അവശേഷിക്കുന്നു. ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ അവൻ കഷ്ടത അനുവദിച്ചു എന്നല്ലാതെ അതിൻ്റെ കാരണം വിശദീകരിക്കാതെ കഥ അവസാനിക്കുന്നു. ആദ്യത്തെ ആവർത്തി സംഭാഷണത്തിൽ അവൻ്റെ സ്നേഹിതർക്ക് ഇയ്യോബിനോടുള്ള സഹാനുഭൂതി കാണാം എങ്കിലും തുടർന്നുള്ള 2 ആവർത്തി സംസാരങ്ങളിൽ നിശ്ചിതമായ വിമർശനങ്ങളുണ്ട്. ഇയ്യോബ് അവൻ്റെ നിഷ്കളങ്കത ആവർത്തിച്ച് പറയുന്നു, എന്നാൽ അത് അവൻ്റെ സ്നേഹിതർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവർക്ക് ഇയ്യോബിൻ്റെ ഹൃദയത്തെ കാണുവാനോ ദൈവത്തിൻ്റെ സർവാധിപത്യ പ്രകാരമുള്ള പദ്ധതികളുടെ മർമ്മം മനസ്സിലാക്കുവാനോ കഴിയുന്നില്ല.
അതിനാൽ അവർ ആശ്വാസത്തിന് പകരം വേദനയും നിരാശയും മാത്രം നൽകി. ഇയ്യോബ് 3-ാം അധ്യായത്തിൽ അവന്റെ വിലാപം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഈ പുസ്തകത്തിലെ ഏറ്റവും നിരാശ നിറഞ്ഞ ഇരുണ്ട അധ്യായമാണ്. ഇവിടെ ഇയ്യോബ് ദൈവത്തോടോ സ്നേഹിതരോടോ അല്ല സംസാരിക്കുന്നത്. അവന്റെ വേദന അതികഠിനമായിരുന്നതിനാൽ അതിൻ്റെ ദുഃഖവും നിരാശയും അവൻ വാക്കുകളിലൂടെ രേഖപ്പെടുത്തുകയായിരുന്നു. ഇയ്യോബിന്റെ കഷ്ടതയുടെ ഭയങ്കരത്വം മനസ്സിലാക്കുവാൻ അവന്റെ വാക്കുകൾ നമ്മളെ സഹായിക്കും. സാത്താന്റെ വെല്ലുവിളി അതികഠിനമായ കഷ്ടത ഉണ്ടായാൽ ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയും എന്നായിരുന്നു. എന്നാൽ ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. 3-ാം അധ്യായത്തിലെ ഇയ്യോബിന്റെ വിലാപമാണ് അവനും സ്നേഹിതരും തമ്മിലുള്ള സുദീർഘമായ വാദപ്രതിവാദങ്ങൾക്ക് അന്തരീക്ഷം ഒരുക്കുന്നത്. അവൻ അവന്റെ ജനനത്തെയും ജീവിതത്തെയും ശപിച്ചു. അതവന്റെ കഷ്ടതയുടെ കാഠിന്യത്തെ കാണിക്കുന്നു. 3:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ജനിച്ച ദിവസം ഇല്ലാതെയായി പോകട്ടെ എന്നാണ് ഇയ്യോബ് ശപിച്ച് പറയുന്നത്. അത് കാലചക്രമണത്തിൽ നിന്നും ശൂന്യമായി പോകട്ടെ എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പ്രപഞ്ച സംബന്ധിയായ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ക്രമീകരണത്തെയാണ് ഇയ്യോബ് ഇല്ലാതെയാക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അത് ആണ്ടിൻ്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്, മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും അരുത്. ആ ദിവസം ഇല്ലാതെയായി പോയാൽ അവൻ ആ ദിവസം ജനിക്കുകയില്ല. അത് സാധ്യമല്ല എങ്കിൽ അന്ന് പ്രപഞ്ചത്തിൽ ഒരിടത്തും ശിശുക്കൾ ജനിക്കാതിരിക്കട്ടെ. ആ ദിവസം ശിശുക്കൾ ജനിക്കാത്ത മച്ചിയായ ദിവസമായി തീരട്ടെ. ഇയ്യോബ് ഇത് സംസാരിക്കുമ്പോൾ അവൻ എത്ര വയസ്സായിരുന്നു എന്ന് തീർച്ചയില്ല. അവൻ്റെ ജീവിതത്തിൽ കഷ്ടത സംഭവിക്കുമ്പോൾ അവൻ 70 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടായിരുന്നില്ല എന്ന് അനുമാനിക്കപ്പെടുന്നു. അതായത് അവൻ്റെ 70-ാമത്തെ വയസ്സിൽ നിന്നുകൊണ്ട് 70 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസത്തെ കാലക്രമത്തിൽ നിന്നും മായ്ച്ചു കളയുവാൻ ഇയ്യോബ് ആഗ്രഹിക്കുന്നു. ആ ദിവസം മാഞ്ഞുപോയാൽ ഇയ്യോബ് എന്ന മനുഷ്യനും അവൻ്റെ 70 വർഷങ്ങളും ഇല്ലാതെയാകും. എന്നാൽ ഇതിനുള്ള കഴിവ് സാധാരണ മനുഷ്യർക്ക് ആർക്കും ഇല്ല. 3:8 വാക്യത്തിൽ പറയുന്ന മഹാസർപ്പം എന്ത് ജീവിയാണ് എന്നതിന് വ്യക്തതയില്ല. അതൊരു കടൽ ജീവി ആയിരിക്കുവാനാണ് സാധ്യത. 41:1 മഹാനക്രത്തെ ചൂണ്ടലിട്ടിട്ട് പിടിക്കാമോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് ഐതിഹ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു ജീവിയോ ഇയ്യോബിന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്ന ഒരു ഭീകരജീവിയോ ആയിരിക്കാം. മഹാസർപ്പം നാശത്തിന്റെ പ്രതീകമാണ്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥനായി മന്ത്രവാദികളെ പോലെയുള്ള ചിലരെക്കുറിച്ചും അക്കാലത്ത് ഐതിഹ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അവർക്ക് ഭൂതകാലത്തെ ഒരു ദിവസത്തെ ശപിക്കുവാനും കഴിഞ്ഞേക്കാമെന്നാണ് ഇയ്യോബ് ചിന്തിക്കുന്നത്. അവർ ഇയ്യോബ് ജനിച്ച ദിവസത്തെ ശപിച്ച് അതിനെ ഇല്ലാതെയാക്കട്ടെ. ഇയ്യോബിന്റെ വാക്കുകൾ അവന്റെ കഷ്ടതയുടെ കാഠിന്യം വെളിവാക്കുന്നു. കഷ്ടതയെക്കുറിച്ച് നേരിട്ടുള്ള വിവരണങ്ങളിലേക്ക് പോകാതെ അതിനോടുള്ള ഇയ്യോബിൻ്റെയും മറ്റുള്ളവരുടെയും പ്രതികരണങ്ങളിലൂടെയാണ് എഴുത്തുകാരൻ അതിൻ്റെ ഘോരത്വം ചിത്രീകരിക്കുന്നത്. ഇയ്യോബിൻ്റെ ഇത്തരം ശാപവാക്കുകൾ 3:1 മുതൽ 10 വരെ നീളുന്നു. 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ വാക്കുകൾ ഒരു വിലാപമായി മാറുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവൻ ഇവിടെ ഉയർത്തുന്നത്. ജന്മദിവസത്തെ ഇല്ലാതെയാക്കുവാൻ കഴിയുമായിരുന്നില്ല എങ്കിൽ അവൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോകാമായിരുന്നു. മരിച്ചവർ വിശ്രമിക്കുന്നയിടത്ത് മാത്രമേ ഇയ്യോബിന് ഇനി വിശ്രമം ലഭിക്കൂ. മരണത്തിന് ശേഷമുള്ള വിശ്രമത്തിൻ്റെ അവസ്ഥ ഭൂരാജാക്കന്മാർക്കും മന്ത്രിമാർക്കും കനകസമ്പന്നരായി ഭവനങ്ങൾ വെള്ളി കൊണ്ട് നിറച്ചു വെച്ച ഭൂപ്രഭുക്കന്മാർക്കും ഇയ്യോബിനും ഒരുപോലെയാണ്. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ മരണാനന്തര വിശ്രമത്തെക്കുറിച്ച് പോലും ഇയ്യോബ് നിരാശനായി കാണുന്നു. 16-ാം വാക്യത്തിൽ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഗർഭം അലസിപ്പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു. മരിച്ചവർ വിശ്രമിക്കുന്നിടത്ത് ദുർജനം ആരെയും ഉപദ്രവിക്കുകയില്ല. അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു. അവിടെ ബദ്ധന്മാർ സുഖമായിരിക്കുന്നു. അവരെ പീഡിപ്പിക്കുന്നവരുടെ ശബ്ദം ഇനി അവരെ ഭയപ്പെടുത്തുകയില്ല. ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ. ദാസന് യജമാനന്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു. 3:20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് അവൻ്റെ കഷ്ടതയിൽ നിന്നും സമാന അനുഭവമുള്ള എല്ലാവരുടെയും വേദനയിലേക്ക് കടക്കുന്നു.
ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയ ഇയ്യോബ് ഇപ്പോൾ ചോദിക്കുന്നത്, അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന് എന്നാണ്. അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, ശവക്കുഴി അവരെ സന്തോഷിപ്പിക്കുന്നു. മുന്നോട്ട് പോകുവാനുള്ള വഴി ദൈവം മറച്ചിരിക്കുന്നവനും വിടുതൽ ലഭിക്കാതെ വണ്ണം ദൈവം വേലികെട്ടി ബന്ധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത് എന്തിന്? ഇയ്യോബിന്റെ വിലാപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 3 കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഒന്ന്, ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാവി അന്ധകാരം നിറഞ്ഞതാണ്. ഭൂതകാലത്തിലെ നന്മ ഭാവിയിൽ അവൻ കാണുന്നില്ല. പ്രത്യാശ ഇരുണ്ടും ശൂന്യവും ആയി തീർന്നിരിക്കുന്നു. 2, അവന് വിശ്രമം ഇല്ല. അവന്റെ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. അവന് വിശ്രമമോ വിശ്രാന്തിയോ ലഭിക്കുന്നില്ല. അവനിപ്പോൾ ദുർജനം ഉപദ്രവിക്കുന്നിടത്ത് ജീവനോടെ ആയിരിക്കുന്നു. 3, കഷ്ടത അനുഭവിക്കുന്നത് അവൻ മാത്രമല്ല എന്ന് ഇയ്യോബ് തിരിച്ചറിയുന്നു. 3:25 വാക്യത്തിൽ ഇയ്യോബ് പറഞ്ഞു, ഞാൻ പേടിച്ച് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഇയ്യോബിന്റെ ഭയം എന്തായിരുന്നു എന്ന് നമുക്ക് തീർച്ചയില്ല. അത് അവന്റെ യൗവനക്കാരായ മക്കൾ പാപം ചെയ്യുമെന്നുള്ള ആശങ്കയായിരുന്നുവോ, അതോ ഇയ്യോബ് ദാർശനികമായ ചിന്തയിൽ മനുഷ്യജീവിതത്തിന്റെ അസ്ഥിരതയെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരുന്നുവോ? നന്മയും തിന്മയും മനുഷ്യന്റെ നിയന്ത്രണത്തിന് വെളിയിൽ മാറി മറിഞ്ഞു സംഭവിക്കുന്നതാണ്. എന്നാൽ ഇത്തരം ദാർശനിക ചിന്തകൾക്ക് ഒരു തികഞ്ഞ ദൈവവിശ്വാസിയ മനുഷ്യനിൽ സ്ഥാനം ഇല്ല. അവന്റെ ജീവിതം ദൈവമാണ് തീരുമാനിക്കുന്നത്. എങ്കിലും ഇയ്യോബിനെ പോലെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ പോലും ജീവിതത്തിലെ അസ്ഥിരതയെക്കുറിച്ചുള്ള ചിന്ത അലട്ടി. ഈ ചിന്ത അവനെ ഭയപ്പെടുത്തി. ഇയ്യോബ് 1:5 ഇതിനോടൊപ്പം കൂട്ടി വായിക്കാവുന്നതാണ്. ഇയ്യോബ് 1:5. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവിടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇയ്യോബ് അവന് ഭയമുണ്ടായപ്പോൾ പുത്രന്മാരെ ശുദ്ധീകരിക്കുകയും ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്തു. എങ്കിലും അവൻ പേടിച്ച് തന്നെ അവന് സംഭവിച്ചു. അവൻ ഭയപ്പെട്ടിരുന്നത് ഭവിച്ചു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: മനുഷ്യ ജീവിതത്തിന്റെ അസ്ഥിരത എന്ന അവസ്ഥയ്ക്ക് പരിഹാരമായി ഒരു പൊതുവായ മാർഗം ഇല്ല. മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ഇവിടെയും ദൈവം അവന്റെ സർവാധികാരത്തിൽ അവന് ഹിതമായത് പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിക്കും അവന് തക്കതായ കാരണവും ഉദ്ദേശവുമുണ്ട്. നന്മയിൽ അധികം സന്തോഷിക്കുകയും തിന്മയിൽ അധികം വേദനിക്കുകയും ചെയ്യാതിരിക്കുവാൻ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന മനോഭാവം നമുക്ക് ഉണ്ടാകണം. ഇയ്യോബിന്റെ വിലാപം അവസാനിക്കുന്നത് ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു എന്നീ വാക്കുകളോടെയാണ്. എന്നാൽ ഇയ്യോബിന്റെ കഷ്ടതയുടെ കാലത്തെ ജീവിതം തികച്ചും പ്രത്യാശയില്ലാത്തതായിരുന്നില്ല. അത് വിശ്വാസത്തിന്റെ ഉറപ്പ് പ്രകടിപ്പിക്കുന്ന പോരാട്ടത്തിന്റെ ദിവസങ്ങൾ ആയിരുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിലെ ദൈവശാസ്ത്രം അവതരിപ്പിക്കപ്പെടുന്നത് അവന്റെയും സ്നേഹിതരുടെയും വാദപ്രതിവാദങ്ങളിലൂടെയാണ്. ഇത് 3 ആവർത്തിയിലാണ് നടക്കുന്നത്. ഇതിൽ എലീഫസും ബിൽദാദും 3 പ്രാവശ്യവും സോഫർ 2 പ്രാവശ്യവും സംസാരിക്കുന്നു. ഇയ്യോബിന്റെ സ്നേഹിതന്മാരിൽ ആദ്യം സംസാരിക്കുന്നത് എലീഫസ് ആണ്. 3-ാം അധ്യായത്തിലെ ഇയ്യോബിന്റെ വിലാപത്തിന് ശേഷമാണ് എലീഫസ് സംസാരിക്കുന്നത്. 4:1 മുതൽ 5:27 വരെയുള്ള വാക്യങ്ങളിൽ എലീഫസിന്റെ 1-ാമത്തെ സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ പറയുന്ന വാദങ്ങൾ തന്നെയാണ് പിന്നീട് മറ്റുള്ളവരും പറയുന്നത്. 3 ആവർത്തിയിൽ അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ വാദങ്ങൾക്ക് വ്യത്യാസമില്ല. അതിനാൽ എലീഫസിന്റെ 1-ാമത്തെ സംഭാഷണം വിശദമായി പഠിക്കേണ്ടതാണ്. എലീഫസ് ഇയ്യോബിന്റെ അക്ഷമതയെ ശാന്തമായി ശാസിച്ചുകൊണ്ടാണ് സംഭാഷണം ആരംഭിക്കുന്നത്. ഇയ്യോബിന്റെ പ്രതികരണങ്ങളോട് അവൻ യോജിച്ചില്ല. ജീവിതത്തോടുള്ള ഇയ്യോബിന്റെ വെറുപ്പിനെ എലീഫസ് നിരാശയായി വ്യാഖ്യാനിച്ചു. അതവന്റെ അക്ഷമയുടെ സൂചനയാണ്. ഇയ്യോബ് അവന്റെ നിഷ്കളങ്കതയെക്കുറിച്ച് പറഞ്ഞത് സ്വയം നീതീകരണം ആണ്. കഷ്ടതയിൽ ആയിപ്പോയ അനേകരെ ഇയ്യോബ് ഉപദേശിക്കുകയും ആശ്വസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവന്റെ ജീവിതത്തിൽ കഷ്ടത സംഭവിച്ചപ്പോൾ അവൻ തളർന്നു പോകുന്നു. ഇയ്യോബ് ഭക്തനും നിർമ്മലനും ആണെന്നുണ്ടെങ്കിൽ ഒരു വിടുതലിനായി അവന്റെ ഭക്തിയിലും നിർമ്മലതയിലും ആശ്രയിക്കാം.
6-ാമത്തെ വാക്യം, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ, നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ എന്ന് എലീഫസ് പറയുന്നത് ഒരു ആശ്വാസവചനമായിട്ടാണ്. എങ്കിലും അതവൻ്റെ തുടർന്നുള്ള വാദങ്ങളുടെ മുഖവരയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങളിലേക്ക് 7-ാം വാക്യം മുതൽ അദ്ദേഹം പ്രവേശിക്കുന്നു. ഇയ്യോബിന്റെ നിർമ്മലത അവന്റെ പ്രത്യാശയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ തുടർച്ചയായി എലീഫസ് ചോദിക്കുന്നു, ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? അപ്രതീക്ഷിതവും അനർഹവുമായ കഷ്ടതയിൽ ആയിരിക്കുന്ന, അതിൻ്റെ കാരണവും അർത്ഥവും ദൈവിക ഉദ്ദേശവും ഗ്രഹിക്കുവാൻ കഴിയാതെ വിഷമത്തിലായിരിക്കുന്ന ഇയ്യോബിനോടാണ് എലീഫസ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവൻ്റെ കോപത്തിൻ്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. മാത്രവുമല്ല, ഇയ്യോബിൻ്റെ മക്കളുടെ മരണവും ഇതേ പ്രമാണത്താൽ എലീഫസ് വിശദീകരിക്കുന്നു. സിംഹത്തിൻ്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി. സിംഹം ഇരയില്ലായ്കയാൽ നശിക്കുന്നു, സിംഹിയുടെ കുട്ടികൾ ചെതറിപ്പോകുന്നു. സിംഹം നശിക്കുമ്പോൾ സിംഹിയുടെ കുട്ടികളും നശിക്കുന്നു. അതായത് ഇയ്യോബിന്റെ പാപമാണ് അവന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ കാരണം. അവന്റെ പാപനിമിത്തം അവന്റെ മക്കളും നശിച്ചു. കഷ്ടത തിന്മ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് എന്നാണ് എലീഫസ് വാദിക്കുന്നത്. ഒരുവന്റെ പാപത്താൽ അവന്റെ കുടുംബം മുഴുവൻ നശിക്കുന്നു. എന്നാൽ ഇയ്യോബിന്റെയോ കുടുംബാംഗങ്ങളുടെയോ പാപം എന്താണ് എന്ന് പറയുവാൻ എലീഫസിന് കഴിയുന്നില്ല. തുടർന്ന് അവന്റെ വാദങ്ങളുടെ ആധികാരികതയ്ക്കായി അതിനൊരു മാർമികമായ പരിവേഷം നൽകുവാൻ എലീഫസ് ശ്രമിക്കുന്നു. അവന് ലഭിച്ച ഒരു സ്വർഗീയ സ്വപ്നം അവൻ വിവരിക്കുന്നു. ഇയ്യോബ് 4:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ ഒരു ഗൂഢവചനം എത്തി, അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു. മനുഷ്യർക്ക് ഗാഢനിദ്ര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എൻ്റെ മുഖത്തിന് നേരെ കടന്നു, എൻ്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു പ്രതിമ എൻ്റെ കണ്ണിന് എതിരെ നിന്നു, എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായ ഒരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ, മർത്യൻ ദൈവത്തിലും നീതിമാൻ ആകുമോ? നരൻ സൃഷ്ടാവിലും നിർമ്മലൻ ആകുമോ? മനുഷ്യർക്ക് ഒരിക്കലും ദൈവത്തിന് മുമ്പാകെ നിർമ്മലനായിരിക്കുവാൻ സാധ്യമല്ല എന്നും, അതിനാൽ ദൈവദൃഷ്ടിയിൽ അവരുടെ പ്രവൃത്തികളിൽ പാപമുണ്ടാകാം എന്നും അതിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്നുമാണ് ഇതിലെ ആശയം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കഷ്ടത അനുഭവിക്കുന്ന ഒരു മനുഷ്യനും അവൻ പാപത്തിൽ നിന്നും മോചിതനാണ് എന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ഈ ചിന്തയ്ക്ക് പിൻബലമായി 4:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അവൻ 4 വാദങ്ങൾ നിരത്തുന്നു. 1, അവൻ മനുഷ്യനെ ദൈവത്തോട് തുലനം ചെയ്യുന്നു. മനുഷ്യന് ദൈവത്തെക്കാൾ നിർമ്മലനാകുവാൻ കഴിയുക ഇല്ല. 2, അവൻ മനുഷ്യനെ സ്വർഗീയ ദൂതന്മാരുമായി തുലനം ചെയ്യുന്നു. ദൂതന്മാരിൽ ചിലർ പോലും സ്വർഗീയ അനുഭവത്തിൽ നിന്നും വീണുപോയി. 3, ശരീരമെന്ന മൺപുരകളിൽ പാർക്കുന്ന മനുഷ്യരും വീണുപോയേക്കാം. 4, മനുഷ്യർ കൂടാരക്കയറ് അറ്റുപോയിട്ട് ജ്ഞാനഹീനരായി മരിക്കുന്നു. എലീഫസിന്റെ വാദം ഇതാണ്: മനുഷ്യർ ദൈവത്തോട് തുല്യൻ അല്ല, ദൈവം മാത്രമേ മാറ്റമില്ലാത്തവനായി, അതിനാൽ വിശുദ്ധനായി നിൽക്കുന്നുള്ളൂ. ദൂതന്മാരിൽ ചിലർ പോലും പാപത്തിൽ വീണുപോയി, അതിനാൽ മനുഷ്യരും പാപത്തിൽ വീണുപോകാം. ഇയ്യോബും പുത്രന്മാരും പാപത്തിൽ വീണുപോയിരിക്കാം. മനുഷ്യർക്കൊരിക്കലും ദൈവിക ജ്ഞാനം പ്രാപിക്കുവാൻ സാധ്യം അല്ല. 4-ാം അധ്യായത്തിലെ എലീഫസിന്റെ വാദങ്ങൾ 5-ാം അധ്യായത്തിലും തുടരുകയാണ്. അവന്റെ വാദങ്ങൾ ഉറപ്പിക്കുവാനായി അവൻ ഇയ്യോബിന്റെ മുന്നിൽ ഒരു വെല്ലുവിളി മുന്നോട്ട് വെച്ചു. വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? അതായത് എലീഫസ് കണ്ട അവൻ 4:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ച ദർശനത്തിൽ വിശ്വാസമില്ല എങ്കിൽ അവന് ദൈവത്തോട് ചോദിക്കാം. 5:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് നീരസപ്പെടുന്നതിന് എലീഫസ് ശാസിക്കുന്നു. ഇത് മൂഢന്റെ രീതിയാണ്, അത് അവനെ കൊല്ലും. നീരസവും ഈർഷ്യയും അവനെ നശിപ്പിക്കും. അവൻ്റെ മക്കൾ രക്ഷകനില്ലാതെ വാതിക്കൽ വെച്ച് തകർന്നു പോകുന്നു. അവൻ്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും, അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും. 5:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എലീഫസിന്റെ വാദങ്ങളുടെ നട്ടെല്ലാണ്. ഇവിടെ കാരണം
ഫലം എന്ന പ്രമാണത്തെ എലീഫസ് അവതരിപ്പിക്കുന്നു. കാരണം കൂടാതെ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. അനർത്ഥത്തിന് ഒരു കാരണമുണ്ട്. കാരണവും പാപവും ഫലം കഷ്ടതയും ആണ്. ഇയ്യോബ് 5:6-7 വാക്യങ്ങൾ. അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്ത് നിന്നുമല്ല. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. 5:8-26 വരെയുള്ള വാക്യങ്ങളിൽ എലീഫസ് ഇയ്യോബിനോട് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കുവാൻ ഉപദേശിക്കുന്നു. ലോകപ്രകാരമുള്ള ജ്ഞാനം വിടുതലിന് സഹായമാകുകയില്ല. ഉപായികളുടെ സൂത്രങ്ങൾ പരാജയപ്പെടും. ദൈവം ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. നീതികെട്ടവന് നാശമുണ്ടാകും, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വിടുതലിന്റെ പ്രത്യാശയുണ്ട്. അവൻ ദരിദ്രനെ ബലവാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്, നീതികെട്ടവനോ വിടുതലില്ല. അതിനാൽ കഷ്ടതയെ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ദൈവത്തിന് കഷ്ടത വരുത്തുവാനും അത് നീക്കം ചെയ്യുവാനും കഴിയും. ദൈവത്തിന്റെ ഹിതപ്രകാരം കഷ്ടത ഉണ്ടാകുമ്പോൾ അതിൽ മനുഷ്യൻ ആശ്വസിക്കണമെന്നും എലീഫസ് ഉപദേശിച്ചു. ഇയ്യോബിനെ പോലെ അക്ഷമൻ ആകരുത്. ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചാൽ അവൻ അന്ത്യത്തിൽ സമാധാനം നൽകും. ഇയ്യോബിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവന്റെ ഭൂമിയിലെ ആയുസ് പൂർണ്ണമാകും. എലീഫസ് സംഭാഷണം അവസാനിപ്പിക്കുന്നത് അവൻ പറഞ്ഞതെല്ലാം നിത്യമായ സത്യമാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ്. അത് അവനും കൂടെയുള്ള സ്നേഹിതരും അന്വേഷിച്ചു നോക്കി സത്യമെന്ന് കണ്ടെത്തിയതാണ്. അതിനാൽ അവൻ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം ഇയ്യോബ് സ്വീകരിച്ച് പാപത്തെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിക്കുന്നതാണ് നല്ലത്. എലീഫസിന്റെ സംഭാഷണത്തിൽ വളരെയധികം ശരികളുണ്ട്. അവൻ ഇയ്യോബിനെ കഷ്ടതയിൽ നിന്നും രക്ഷിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയായിരുന്നു. ഇയ്യോബ് അവന്റെ പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അവന് വിടുതലുണ്ടാകും. ദൈവം അവനെ അനുഗ്രഹിക്കും. എന്നാൽ എലീഫസിന്റെ സംഭാഷണത്തിൽ ചില പെശകുകളുമുണ്ട്. അവന്റെ ഉപദേശം അത് അർഹിക്കുന്ന വ്യക്തിക്കല്ല നൽകുന്നത്. ഇയ്യോബ് അനീതി പ്രവർത്തിച്ചത് കാരണം കഷ്ടപ്പെടുന്ന ഒരുവൻ അല്ല. ഇയ്യോബിൽ അനീതിയില്ല എന്ന് ഈ പുസ്തകത്തിൽ ഇതിനു മുമ്പ് 3 പ്രാവശ്യം പറയുന്നുണ്ട്. നിർമ്മലരായ മനുഷ്യർക്കും കഷ്ടത ഉണ്ടാകാമെന്ന പ്രമാണം എലീഫസിന്റെ കാഴ്ചപ്പാടിലില്ല. ഒരുവൻ അവന്റെ പ്രവൃത്തിയുടെ കാരണം കൂടാതെയും കഷ്ടത അനുഭവിക്കാം. അവന്റെ പ്രമാണം ഈ വാക്യത്തിൽ പരിമിതപ്പെട്ടിരിക്കുന്നു. ഇയ്യോബ് 4:7 ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. ഇതേ വാദങ്ങൾ തന്നെയാണ് തുടർന്ന് അവന്റെ സ്നേഹിതരും പറയുന്നത്. മറ്റൊരു ചിന്തയ്ക്കും ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ പരിമിതമായ അറിവിൽ സ്ഥാനമില്ല. അവരുടെ ജ്ഞാനം പരിമിതവും വികലവുമായിരുന്നു എന്നതിനാൽ അത് ഇയ്യോബിന് വിടുതലോ ആശ്വാസമോ ആയില്ല. എലീഫസിന്റെ 1ാമത്തെ സംഭാഷണത്തിനുള്ള ഇയ്യോബിന്റെ മറുപടി 6 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-ാം അധ്യായം ഇയ്യോബ് എലീഫസിന് നൽകുന്ന മറുപടിയാണ്. 7-ാം അധ്യായത്തിൽ ഇയ്യോബ് ദൈവത്തോട് സംസാരിക്കുകയാണ്. 6:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് അവന്റെ വ്യസനത്തിന്റെ ആഴം വിശദീകരിക്കുന്നു. അവൻ എന്തുകൊണ്ടാണ് നിരാശപ്പെടുന്നതും ഈർഷ്യയോടെ സംസാരിക്കുന്നതും എന്ന് ഇയ്യോബ് വ്യക്തമാക്കുകയാണ്. ഇയ്യോബ് 6:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്ക് തെറ്റിപ്പോകുന്നു. കടൽപ്പുറത്തെ മണൽ എണ്ണമില്ലാത്തതാണ്, അതിൻ്റെ ഭാരവും ആർക്കും ഊഹിക്കുവാൻ കഴിയാത്തതാണ്. ഇയ്യോബിന്റെ വ്യസനവും വിപത്തും അതിനേക്കാൾ ഭാരമുള്ളതായിരിക്കുന്നു. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, അവയുടെ വിഷം എൻ്റെ ആത്മാവ് കുടിക്കുന്നു. ദൈവത്തിന്റെ ഘോരത്വങ്ങൾ എൻ്റെ നേരെ അണിനിരന്നിരിക്കുന്നു എന്നാണ് ഇയ്യോബ് അവന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അവന്റെ കഷ്ടത ഭൗതിക നഷ്ടങ്ങളെക്കാൾ ഭയങ്കരം ആണ്. കഷ്ടത വന്നത് ദൈവം അനുവദിച്ചിട്ടാണ് എന്നാണ് ഇയ്യോബിന്റെ ഭാര്യയുടെ അഭിപ്രായം. ഇത് ഇയ്യോബും ശരിവെക്കുന്നു. ഇതാണ് അവനെ ഏറെ വേദനിപ്പിക്കുന്നത്. അതിനാൽ കഷ്ടതയുടെ ഘോരത്വത്തിൽ നിന്നും അവൻ ദൈവത്തെ തള്ളിപ്പറയുന്നതിന് മുമ്പേ ദൈവം അവന്റെ ജീവനെ ഇല്ലാതെയാക്കിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവൻ ആഗ്രഹിക്കുന്നു. 6:14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് അവന്റെ സ്നേഹിതരെ ശാസിക്കുന്നു. അവർ ആശ്വാസം നൽകാത്ത ആശ്വാസദായകരാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണം ആരംഭിക്കുന്നത് ഒരു തലക്കെട്ട് വാചകത്തോടെയാണ്.
ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു, അല്ലാഞ്ഞാൽ അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും. അതായത് ദുഃഖിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തന്റെ ഭയം ത്യജിക്കുന്നവനാണ്. ഇത് എലിഫസിന് എതിരെയുള്ള ഒരു ആരോപണം ആണ്. 6:15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് ഒരു ഉദാഹരണം പറയുന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാര വർത്തക കൂട്ടത്തിന്റെ അനുഭവം ഇയ്യോബ് ഉദാഹരണമായി പറയുന്നു. അവർ മരുഭൂമിയിൽ യാത്രാമധ്യേ വെള്ളം അന്വേഷിക്കുന്നു. അവർ വെള്ളം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അത് ശൂന്യമായിരിക്കുന്നത് കാണുന്നു. ഇയ്യോബിന്റെ സ്നേഹിതരും ഇതുപോലെയാണ്. അവന്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ അല്പം ദാഹജലം ലഭിക്കുമെന്ന് കരുതി അവൻ സ്നേഹിതന്മാരിലേക്ക് നോക്കി. പക്ഷേ അവിടെ പക്കൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല, യാതൊരു ആശ്വാസവുമില്ല. ഇയ്യോബ് അവരുടെ സമ്പത്ത് ചോദിച്ചില്ല, സൈനിക സഹായവും ചോദിച്ചില്ല. അവൻ ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വാക്കുകൾ മാത്രം അവരിൽ നിന്നും പ്രതീക്ഷിച്ചു. എന്നാൽ അവരുടെ പക്കൽ യാതൊന്നും ഇല്ലാതെ പോയി. ഇയ്യോബ് സ്നേഹിതരോടുള്ള സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നത് അവന്റെ നീതിയെ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ടാണ്. ഇയ്യോബ് 6:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ ദയ ചെയ്ത് എന്നെ ഒന്ന് നോക്കുവീൻ, ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഫോഷ്ക് പറയുമോ? ഒന്നുകൂടെ നോക്കുവീൻ, നീതികേട് ഭവിക്കരുത്. ഒന്നുകൂടെ നോക്കുവീൻ, എൻ്റെ കാര്യം നീതിയുള്ളത് തന്നെ. എൻ്റെ നാവിൽ അനീതി ഉണ്ടോ? എൻ്റെ വായ് അനർത്ഥം തിരിച്ചറിയുക ഇല്ലയോ? 7-ാം അധ്യായത്തിലും ഇയ്യോബിന്റെ സംഭാഷണം തുടരുകയാണ്. എന്നാൽ ഇവിടെ അവൻ സംസാരിക്കുന്നത് പ്രഥമമായി ദൈവത്തോടാണ്. ദൈവം അവന്റെ ജീവിതത്തിലേക്ക് അനർഹമായ കഷ്ടം അയച്ചു എന്ന് ഇയ്യോബ് കരുതുന്നു. അവന്റെ ജീവിതത്തിന് യാതൊരു വിലയുമില്ല. അതൊരു അടിമയുടെ ജീവിതം പോലെ ശൂന്യമാണ്. അവന്റെ നാളുകൾ നെയ്ത്തോടിലും വേഗതയോടെ പ്രത്യാശ കൂടാതെ കഴിഞ്ഞു പോകുന്നു. ഇയ്യോബിന്റെ വിലാപത്തിൽ വിടുതലിനെ കുറിച്ചുള്ള യാതൊരു പ്രത്യാശയും ബാക്കി ഇല്ല. അവന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമെന്നും അവന്റെ കണ്ണ് ഇനി നന്മ കാണുകയില്ല എന്നും അവൻ പറയുന്നു. മരണത്തെക്കുറിച്ച് മനോഹരമായ ഒരു ചിത്രം ഇയ്യോബ് ഇവിടെ പറയുന്നുണ്ട്. മേഘം അല്പമല്പമായി ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെയാണ് മരണത്തിലേക്ക് പോകുന്നവർ യാത്ര ആകുന്നത്. അവർ പിന്നീട് ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് തിരികെ വരികയില്ല. അവർക്കിനി ഒരു ഇടവും ഇല്ല. 7:11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബിനെ ദൈവം വിട്ടുകളയണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. 7:12 നീ എനിക്ക് കാവലാകേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ എന്ന വാചകത്തിലെ കടലോ കടലാനയോ എന്നത് ദൈവത്തിനെതിരെ പോരാടുന്ന ദുഷ്ടശക്തികളുടെ പ്രതീകം ആയിരിക്കാം. അവൻ ദൈവത്തിനെതിരെ മത്സരിക്കുന്നില്ല എന്നതിനാൽ അവനെ വിട്ടുപോകണം. അവനൊരു ദൈവിക സംരക്ഷണവും വേണ്ട, പകരം മരിച്ചാൽ മതി. അവനെ മാത്രതോറും പരീക്ഷിക്കേണ്ടതില്ല. മനുഷ്യൻ നിസ്സാരൻ ആണ്. ഇയ്യോബ് സംഭാഷണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇയ്യോബ് 7:20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്കെന്ത് ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നതെന്ത്? എൻ്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നതെന്ത്? ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും, നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും. ഇയ്യോബ് പാപം ചെയ്തുവെങ്കിൽ അത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ ബാധിക്കുന്നില്ല. അതിനാൽ എന്തുകൊണ്ട് അവൻ്റെ പാപം ദൈവം ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നത്? അവൻ വേഗം മരിക്കും, പിന്നെ അവനെ അന്വേഷിച്ചാൽ അവൻ ഇല്ലാതിരിക്കും. അവൻ്റെ ഈ ചോദ്യം അനർഹമായ കഷ്ടതയിലായിരിക്കുന്ന സകല മനുഷ്യരുടെയും എക്കാലത്തെയും ചോദ്യമാണ്. ഇവിടെ ഇയ്യോബ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും പ്രതിനിധിയാകുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ദൈവം സർവാധികാരിയാണ് എന്നത് മാത്രമാണ്. ദൈവം സകലതും അവൻ്റെ സർവാധികാരത്തിൽ അവൻ്റെ ഉദ്ദേശപ്രകാരം ചെയ്യുന്നു. മറ്റൊരു വിശദീകരണവും ഇയ്യോബിന് ലഭിക്കുന്നില്ല. ഇയ്യോബിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യരുടെ തത്വചിന്തകളും മതത്തിൻ്റെ ഉപദേശങ്ങളും മനുഷ്യർക്ക് ആശ്വാസമോ പ്രത്യാശയോ നൽകുന്നില്ല എന്ന സന്ദേശമാണ് ഇയ്യോബിൻ്റെ വാക്കുകളിലെ മുഖ്യ സന്ദേശം. ദൈവത്തിൻ്റെ മാർഗങ്ങളെ വിശദീകരിക്കുവാൻ മതങ്ങൾ പരാജയപ്പെടുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിലെ 5ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിനു മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും തുടർന്നുള്ളവയും
നഫ്താലി ട്രൈബ് TV എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പഠനം ബുക്കായി സൗജന്യമായി ലഭ്യമാണ്. ആവശ്യമുള്ളവർ വാട്സാപ്പിൽ അല്ലെങ്കിൽ ടെലഗ്രാമിൽ ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.